എം.ടി. സാർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തിലെ രാജാവ് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് മലയാളം ഒരുപാട് പ്രതീക്ഷയുണ്ടാകും. അതേപോലെ ഒരു പ്രോജക്റ്റിലേക്ക് സൈനപ്പ് ആകുക ഇതൊക്കെ പ്രതീക്ഷ ഉണ്ടാകും. എം.ടി. സാറിനെ ചെറുപ്പം മുതലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും മഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമുക്ക് മഞ്ഞായിരുന്നോ എന്ന് എനിക്കറിയില്ല, നമുക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ് അദ്ദേഹം. പക്ഷേ ഞാനൊക്കെ സിനിമയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെറുകഥകളും കഥകളും ഒക്കെ നാടകങ്ങളായിട്ട് ചെയ്ത സമയത്ത് ഞാൻ കുട്ടിയെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കൻ വീരഗാഥ ചെയ്ത സമയത്ത് ഉണ്ണിയാർച്ച, അതൊക്കെ പ്രശാന്ത് നാരായണൻ എന്ന് അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ചെയ്തിട്ടുള്ള നാടകങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ സിനിമ നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ കുട്ടിയെടുത്തി എന്ന് പറയുന്ന ക്യാരക്ടറിനായിരുന്നു എന്നെ ആദ്യം വിളിച്ചിരുന്നത്. പക്ഷേ സിനിമ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് 9 കഥകളായ സമയത്ത് ചില കാര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഒക്കെ മാറി. വയലൻസ് ഒക്കെ വരുന്ന സിനിമകൾ അധികം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ആ സിനിമ മാറുകയും പിന്നീട് ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം എന്നുള്ള സിനിമയിൽ സേതുലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത്. അതിനുശേഷം പ്രിയദർശൻ സാറ് അദ്ദേഹം ചെയ്യുന്ന 2ാമത്തെ സിനിമയായിരുന്നു ഓളവും തീരവും എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഈ ഓളവും തീരവും എന്ന് പറയുന്ന പുസ്തകമൊക്കെ വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഒരാഗ്രഹം വന്നിട്ടുള്ളതെന്ന് കേട്ടു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സുരഭി ഞാനിങ്ങനെ ഓളവും തീരവും ചെയ്യുന്നുണ്ട് എം.ടി. സാറിൻ്റെ. അപ്പോൾ അതിൽ ബീവാത്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഫിലോമിന ചേച്ചി ചെയ്തതാണ്, അത് സുരഭി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫിലോമിന ചേച്ചി ചെയ്ത ഇത് ഓളവും തീരവും എനിക്ക് ഏത് ക്യാരക്ടറാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ കോമഡി എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു ബീവാത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു റോളാണെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ സിനിമ കാണുക ചെയ്യരുത്, ആ സിനിമ കണ്ടിട്ട് വരരുത്, കാരണം എനിക്കതല്ല വേണ്ടത്, അത് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്, ഇത് ആ ചെറുകഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ച് തന്നപ്പോഴാണ് അത് എത്രത്തോളം പ്രധാനപ്പെട്ട, എത്രത്തോളം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളാണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ അത് ലാൽ സാറിൻ്റെ കൂടെയും പിന്നെ ഹരീഷേട്ടൻ്റെ കൂടെയൊക്കെയാണ് കൂടുതലായിട്ടും കോമ്പിനേഷൻസ് വരുന്നത്. പിന്നെ അതിലുള്ള എല്ലാവരും ലെജൻസാണ്. അപ്പോൾ അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മുട്ട് പറയ്ക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടർ ഒരു 67 വയസ്സുള്ള ഒരാളാണ്.